ഹലോ ഗായ്സ്, വെൽക്കം ടു മിസ്റ്റർ ദിഗംബരൻ. ഇന്ന് ബുധനാഴ്ച. ഇന്നത്തെ ദിവസം പ്രത്യേകത ഉണ്ട്. എന്താ പറയും നീ പറയും എന്താ പ്രത്യേകത? അല്ലാണ്ട് എന്താ പ്രത്യേകത ഇന്നത്തെ ദിവസം? ബുധനാഴ്ചയാണ്. എന്താ പ്രത്യേകത? എന്താ പ്രത്യേകത? ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നു. ക്രിസ്മസ് വ്ലോഗ് ഇറങ്ങിയ ദിവസം. ക്രിസ്മസ് വ്ലോഗ് ഇറങ്ങിയ ദിവസം. ഞാൻ കണ്ടില്ലോ. നല്ല അടിപൊളി വ്ലോഗാണ്. ഭയങ്കര കമൻസ് ആണ്. കുറെ ഒട്ടുമിക്ക ആൾക്കാർ കണ്ടിട്ട് ഭയങ്കര അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ബാത്തിലേക്കാണ്. ബാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാത്ത് ഞങ്ങൾക്ക് വലിയ പിടുത്തമില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ബാത്തിലേക്ക് പോണത്. ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സംഭവമായിരിക്കും. അപ്പൊ നമ്മള് കിട്ടിയുള്ള സംഭവമായിരിക്കുന്നതാണ് ഗഫൂർ പറയുന്നത്. ഗഫൂരിക്ക റോമൻ മൂഡ് പിടിക്കാം. കണ്ട റോമൻ കോസ്റ്റ്യൂം നോക്കൂ. ഇത് തണുത്തിട്ടാ മനു എന്തെങ്കിലും പറയണ്ടോ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് പോവാണ്. ഗൈസ്, തണുപ്പ് ഒരല്പം കൂടുതലാണെന്നൊരു സംശയം. പുറത്തിങ്ങനെ നിൽക്കുന്ന എന്തുകൊണ്ടാ അറിയോ? വണ്ടി ചൂടായില്ല. ഈ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ മറ്റേ ഈ പഠിപ്പിച്ചോട് ഫസ്റ്റ് കയറി മറ്റേ രണ്ടാള് നോക്കണ മനു, ഒരു ചിരി പാസ്സാക്കി ചിരി കറക്റ്റ് പേരും. നീ മാസം കേട്ടിട്ടുണ്ടോ? അതിരാവിലെ അല്ലെങ്കിലും ഏതാണ്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങി. ആൾക്കാരൊക്കെ പണിക്ക് പോയി തുടങ്ങി. നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ കാറിന്റെ വിൻഡോയിലൊക്കെ ഇതുപോലെ ഐസ് കട്ട പിടിച്ചേക്കണ കാണാം. നല്ല ഫോഗി വെതർ ആയതുകൊണ്ട് എല്ലായിടത്തും സ്പീഡ് ലിമിറ്റ് 20 കടക്കാൻ പാടില്ല എന്ന് അലേർട്ടും ഉണ്ട്. കത്തിച്ച് വിടുവാപ്പാന്ന് നമ്മൾ പറയണ്ടെങ്കിലും സ്പീഡ് ക്യാമറ അടിച്ച നിന്റെ അപ്പൻ വന്ന് പൈസ കൊടുക്കുമെന്നായിരുന്നു ഗഫൂറിന്റെ വാദം. ഞാൻ ഏകദേശം 3 വർഷം ഇവിടെ എത്തിയിട്ട്. 3 വർഷം, ഞാൻ 2 വർഷമായി. ബാക്കിലുള്ള ഐശു നീ എത്ര വർഷം ഇവിടെ വന്നിട്ട്? 2 വർഷം. നീ 2 വർഷത്തിനിടെ ഇങ്ങനെ ഒരു മഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ സ്കോട്ട്ലാൻഡ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഈ ഭാഗത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മഞ്ഞ് കാണുന്നത്. അടിപൊളി മഞ്ഞ് എന്ന് പറഞ്ഞാൽ അടിപൊളി മഞ്ഞ്. നമുക്ക് വണ്ടിയിലെ ഒന്നും കാണുന്ന കൂടിയില്ല. സൈഡ് എന്നൊക്കെ പറഞ്ഞ മഞ്ഞിങ്ങനെ വീണിട്ട് ആ വഴികൾ കാണുന്നത് നമ്മള് മറ്റേ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണൂലേ, അതുപോലൊരു സംഭവം. ഇനിയിപ്പോ പോണ വഴിക്ക് തട്ടിപ്പോയി ഹെവനിലെത്തിയാണെന്ന് അറിയില്ല. അയ്യോ, നമ്മൾ 4 പേർക്കും ഈ ബാത്ത് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട്
അതിന്റെ ഒരു എന്താ പറയണ്ട ഒരു ഐഡിയ ഇല്ല, നമുക്ക് അറിയില്ല എങ്ങനെയാണ് അവിടെ പോയിട്ട് എവിടെയൊക്കെ പോകണം എന്നുള്ളത് അറിയില്ല. കുറെ നല്ല നല്ല എന്താ പറയണ്ട വിന്റേജ് സാധനങ്ങൾ ഉണ്ടെന്ന് അറിയാം, അത് നമുക്കൊരു ഐഡിയ ഉണ്ട്. ഹിസ്റ്റോറിക്കൽ പരമായിട്ട് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട് ബാത്തിന്. എന്തോ റോമൻ ടച്ച് എന്തോ ഉണ്ട്, എന്തൊക്കെ ഒരു വകുപ്പ് പരിപാടികൾ ഉണ്ട് അവിടെ. നാളത്തെ ദിവസം സർവീസ് കാണല്ല, നാളത്തെ ദിവസം ഇത് എന്താ സംഭവം എന്ന് പറയട്ടെ ഞാൻ. നാളത്തെ ദിവസം നമ്മുടെ ഗഫൂർക്കയും ഐഷുവും കൂടി പുതിയൊരു ന്യൂ ബിഗിനിങ് ആണ്. പുതിയ 2026 പുതിയൊരു തൊഴിലിന്റെ പാതയിലൂടെ ഇങ്ങനെ പോവുകയാണ്. അതും ഏത് നമ്മുടെ ഫീൽഡ്, കെയർ ഫീൽഡ്, ഹെൽത്ത് കെയർ. എത്രത്തോളം നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണ്? കുറച്ച് കെയറിങ് എല്ലാവർക്കും കൊടുക്കണം ഭയങ്കരമായിട്ട് ആഗ്രഹം കുറച്ച് മുന്നേ. അതും മെന്റൽ ആയിട്ടുള്ള ആൾക്കാർക്ക്, മെന്റൽ ആയിട്ടുള്ള ആൾക്കാരെ നോക്കാൻ വേണ്ടി 2 മെന്റൽസ് പോവാണ്. എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോ എന്തായാലും വന്നത് നല്ല രീതിക്ക് മുതലാവുന്നതാണ്. പകുതി വരെ എത്തിയിട്ട് നമുക്ക് മുതലായി സത്യം. ബാത്തും കൂടി കണ്ടിട്ട് വേണം ഇന്നത്തെ ദിവസം നമുക്ക് തീർക്കാൻ. ശരിക്കും ഈ വീഡിയോയിൽ കാണുന്നതിലും എത്രയോ അപ്പുറമായിരുന്നു നമ്മൾ നേരിട്ട് കണ്ട അനുഭവം. എന്തെന്നില്ലാത്ത സന്തോഷം. പലരും നീയൊക്കെ തന്തയാടാന്ന് പറയുമ്പോഴും ഇനി ശരിക്കും ആയോ എന്ന് വരെ ചിന്തിച്ചിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ അല്ല, എത്ര കണ്ട് വയസ്സായാലും മുടി നരച്ചാലും നമ്മളെ നമ്മളായി മാറ്റുന്ന ചില നിമിഷങ്ങളുണ്ട്. അന്ന് ആ നിമിഷം നമ്മളുള്ളിലുള്ള കുട്ടി ഉണർന്നോളും. ഗൈസ്, അങ്ങനെ നമ്മള് ഒരു സർവീസ് കയറിയേക്കാണ്. ഗൈസ്, ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ്. കറഞ്ചം പറഞ്ചും വലിച്ച് ഊരുകയാണ് അവിടെ. ഐശേ, കിട്ടി. ഫോട്ടോ എടുക്കാനുള്ള മൂടാണ്. എങ്ങനെ എടുക്കണം എന്നാണ് അവരിപ്പോ തീരുമാനിക്കണേ. അങ്ങനെ അതന്നെ. ഷാരോത്തെ ചക്കയല്ലേ മേത്? ഒറ്റ കോഫിക്ക് വേണ്ടി കറിയുണ്ട്. ക്യാപിച്ചിനോ, പണ്ട് അമ്മല് പറഞ്ഞ പോലെ ക്യാപിച്ചിനെ കൂച്ചു അവൻ. ഓ അളിയൻ മാറ്റി. അപ്പൊ നമ്മള് കോസ്റ്റ കോഫിയിൽ വന്നേക്കാണ്, സർവീസിൽ കോസ്റ്റ. അപ്പൊ അവിടെ നമ്മൾ ഞാൻ കാഫി കുടിക്കാനാണ് പോകണം. എനിക്ക് ചെറിയൊരു ഉറക്കമുണ്ട്, കാരണം ഇന്നലെ ഞാനൊരു 3-3:30 ഉറങ്ങുമ്പോൾ. അപ്പോൾ അതിന്റെ ചെറിയൊരു ഉറക്ക ക്ഷീണം എനിക്കുണ്ട്. ഞാൻ കോഫി, ഒരുത്തൻ ഹാറ്റ് ചോക്ലേറ്റ്, ക്യാപിച്ചിനോ.
എന്ത് ലാർജ്? ഹോട്ട് ചോക്ലേറ്റ് ലാർജ്. ഞാൻ മറന്നതില്ല എല്ലാവരും പറഞ്ഞത്. ശരിക്കും ഐഷുക്ക് പനിയാണ് ഗൈസ്. പനി കൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ ഉദ്ദേശിച്ച കൊച്ചാണ്. ഞങ്ങൾ വലിച്ച് വാരി കാറിലിട്ടാണ്. ഇപ്പം എന്ത് തോന്നുന്നു? ഇപ്പം വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെ തോന്നുമായിരുന്നു? കുറ്റബോധം, നഷ്ടബോധം, എല്ലാ ബോധവും ഒക്കെ തോന്നുമായിരുന്നു. അത് അനുഭവിക്കാം. നാളെ ജോയിൻ ചെയ്യും. പുതിയ പണിക്ക് പോകുമ്പോൾ കൊച്ചാണ്. എന്താവോ എന്തോ. അയ്യോ. ദീപു ഇതുപോലൊരു കോസ്റ്റ്യൂമായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവരിട്ട് അതേ ടീഷർട്ട് ദീപുവിൻ്റെ ഇപ്പോഴും ഉണ്ട്. അത് മോട്ടിച്ചതാ അവള്. ഞാൻ പറഞ്ഞു എനിക്ക് മധുരം വേണ്ട. എന്തുകൊണ്ടാ അറിയോ? ബിക്കോസ് ഐ ആം സ്വീറ്റ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് കുറച്ചും കിട്ടുള്ളൂ. കഞ്ചാര കുഞ്ചു. എങ്ങനെയുണ്ട് ഹോട്ട് ചോക്ലേറ്റ്? സെൽഫിഷ്. You bloody selfish. Yes, I am. അതുകൊണ്ടാണ് നിങ്ങൾ 4 കൂട്ടിക്കാരായിട്ട് ട്രെക്കിന് പോകുന്നത്. അത് കട്ടില്ല, അത് കറക്റ്റ് കിട്ടി. ഗൈസ്, കോസ്റ്റയിലെ കോഫിയാണ് കോഫി. ഈ സ്റ്റാർബക്സിലെ സഞ്ജു, ഈ സ്റ്റാർബക്സിലെ ഈ ടേസ്റ്റ് കിട്ടില്ല. ഗൈസ്, എനിക്ക് ഇതുപോലൊരു കാറ് വാങ്ങാനായിരുന്നു ആഗ്രഹം. പക്ഷെ ഇനി അത് നടക്കും തോന്നില്ല. അച്ഛനിപ്പോൾ പണിക്ക് പോകുന്നില്ല. നമുക്കിനി ഇതുപോലൊരു കാർ ഇനി പറ്റുമെന്ന് അറിയില്ല ഗൈസ്. അത് നോക്കണം എനിക്ക്. കോസ്റ്റൊക്കെ നമ്മളൊരു ഫ്രീ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. കാരണം കോസ്റ്റയിൽ തീരെ കച്ചവടം ഇല്ലാന്നാ പറയണേ. എൻ്റെ ഒരു വ്ളോഗ് കയറിയാലേ ഇവർക്ക് കച്ചവടം നടക്കുള്ളൂ. അപ്പോൾ കോസ്റ്റ കോഫി വളരെ നല്ല കോഫിയാണ് കുടിക്കാൻ. ആ, നമ്മുടെ ചാർജ് 500 പൗണ്ടാണ്. പക്ഷെ ഞാൻ കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട്, 450. ഞാനുണ്ട്. കയറിക്കോ. ഇനി അടി കിട്ടി വിടുന്നു. ഞാൻ കയറിക്കോ. ഗഫൂറെ, ഒരു പരിപാടി കിടക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട കാര്യം ഞാൻ ആലോചിക്കണ്ട കൂട്ടാ. ഓ, അവൻ അറാമായോണ്ട് വെള്ളം അടിച്ചില്ല അത്രേ. വണ്ടിക്ക് പിന്നെ ഒരു അലഞ്ചിലാവുന്ന ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ബാത്തിലെത്തി കഴിഞ്ഞു. ബാത്തിൽ ഇപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വേർലി വേർ എന്ന് പറഞ്ഞൊരു ഹില്ലാണ്. ഇതൊരു പ്രൈവറ്റ് ഏരിയ ആണെന്നാണ് പറയണേ. പക്ഷേ ഇവിടെ നിന്ന് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു റെയിൽവേ ലെവൽ ക്രോസിങ് പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. അവരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. എൻ്റെ മൊബൈലാണെങ്കിൽ ചാർജും ഇല്ല. ഞാൻ ബാഗിൽ ചാർജർ വെച്ചെന്നാണ് വിചാരിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ മറന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാ സാധനവും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചുതരാം. നമുക്ക് ഈ ലെവൽ ക്രോസിങ് ആദ്യം കടക്കണം. ഇതിപ്പോൾ കിടക്കണമെങ്കിൽ ചുമ്മാ തുറന്നാൽ ഇങ്ങനെ കടന്ന് ഇവിടെ ഫോട്ടോഗ്രാഫി പരിപാടിയാണ് ഇവർ. ഇത് കടന്നിട്ട് അവിടുന്ന് റൈറ്റ് എടുത്ത് ആ ഭാഗത്ത് എവിടെയോ പോകണം എന്നാണ് പറഞ്ഞത്. ഗഫൂർ പറയുന്നത് വഴുതായിരിക്കാൻ വേണ്ടി നമ്മൾ ഈ മടമ്പിങ്ങനെ ഇങ്ങനെ ചവിട്ടി വേണം പോകാൻ വേണ്ടിയിട്ട്. നല്ല വഴുക്കുണ്ട് ഇവിടെ. നല്ല പീസ്ഫുൾ. ശ്യാമസുന്ദര കിളകിലാര ഭൂമി എന്നൊക്കെ പറഞ്ഞ് മലയോടെ അവിടെ ഉണ്ട് കൊച്ചുകള്ള. നല്ല ക്ലൈമറ്റാണ് ഗൈസ്. ഇഷ്ടപ്പെട്ട ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റ്. വെയിലുണ്ട്, ചെറിയ തോതിൽ തണുപ്പുണ്ട്. എടാ കപൂരെ, രമണി എവിടെ? രമണി, പ്രകൃതി കിട്ടി രമണീനെ കിട്ടി അറിയില്ല. ഓക്കെ മനു, ഇഷ്ടപ്പെട്ടോ? എന്താ ഇഷ്ടപ്പെട്ടേ? കഫോ ഒന്ന് നോക്കിയടാ.
കൂളാണ്. കുടിക്കുക, സെറ്റാക്കുക, ഇറങ്ങാൻ പറയണ്ട. ഇവിടെ ഹിൽ പോയിന്റ് അല്ല, ഇവിടെ മറ്റേ ഈ സംഭവം മാത്രമേ കാണാനുള്ളൂ. പക്ഷെ ഇത് ഭയങ്കര രസമാട്ടോ. ഈ വീഡിയോയിൽ അത്ര രസമായിട്ട് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇത് ശരിക്കും കാണാൻ നല്ല രസമാണ്. നമ്മളെ മറ്റേ നയാഗ്ര വാട്ടർഫാൾ ഇല്ലേ, അതിന്റെ മിനി വേർഷൻ. ഒരു കുഞ്ഞു സാധനം, പക്ഷെ ദൂരത്ത് കാണുമ്പോൾ നല്ല രസമാണ്. എന്താ പറയണ്ടത്, അത് വലിയ സാധനം പോലെ തോന്നുന്നുണ്ട്. അടുത്ത് നമ്മൾ കുഞ്ഞാണ്, പക്ഷെ ഒരു വൈബ് സാധനം. പൊളിയോ ഐശ്വേ. നമ്മൾ റിച്ച് ആയിട്ട് എന്താ കഴിക്കണേ? ബണ്ണ് ഇറച്ചി ബണ്ണും ചേർന്ന് നമ്മൾ കഴിക്കണം റിച്ച് ആയിട്ട്. പോത്തിറച്ചിട്ട് ഉണ്ടാക്കിയ ബീഫ്. അതാണ് ഇത് നമ്മുടെ ഇവരിങ്ങനെ തുറക്കുക. ഇത് തുറക്കുന്ന ഒരു ശാസ്ത്രീയ വശമുണ്ടെന്നാണ് അവർ പറഞ്ഞത്. എന്താ വെച്ച് കഴിഞ്ഞാല് കുറെ ഉണ്ട്, അങ്ങനെ കഴിക്കാം. ഞാൻ കാണിച്ചത് ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ബാത്തിലാണ്. കുറേ ചരിത്രപരമായ സംഭവങ്ങൾക്ക് പേര് നൽകിയ ഒരു നാടാണ് ബാത്ത്. UK ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. റോമൻ കാലഘട്ടങ്ങളിൽ ചൂടുവെള്ളക്കുളങ്ങൾ അഥവാ റോമൻ ബാത്ത് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു നഗരമാണ് റോമൻ ബാത്ത്. യൂണിവേഴ്സിറ്റി ഓഫ് ബാത്ത്, എന്തായാലും ബാത്തിലായിരിക്കുമല്ലോ, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി. അത് കാണാൻ നമുക്ക് പറ്റിയില്ല, കാരണം ഒന്നാമത് ടൈം ലേറ്റായി. പിന്നെ ഇപ്പോൾ UK കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 3-3:30 ആകുമ്പോൾ രാത്രിയാവാൻ തുടങ്ങും. ഇപ്പോൾ തന്നെ വെളിച്ചം പോയി. ഇനിയിപ്പോൾ ഇത് നല്ല രീതിക്ക് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ബാത്ത് കാണാൻ വേണ്ടി നമ്മൾ നിന്നില്ല. ഇവിടുത്തെ ബാത്തിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഞാൻ ഇപ്പം നെറ്റിൽ നോക്കി എടുത്താണ്. എന്താണെന്നറിയോ, ഇവിടെയുള്ള ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, അതും ചൂടുവെള്ളത്തിൽ. ഈവൻ സ്പ്രിങ്ങിൽ പോലും ഇവിടെ ചൂടുവെള്ളം കിട്ടുമെന്ന് പറയണേ. 46 ഡിഗ്രി സെൽഷ്യസിൽ ചൂടുവെള്ളം കിട്ടും അത്രേ. ചൂടുവെള്ളം കിട്ടുന്ന പറഞ്ഞാൽ കുളിക്കാൻ, അത് കുടിക്കാൻ പറ്റില്ല അത്രേ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുടിക്കാൻ പറ്റില്ല, എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അറിയില്ല, കുടിക്കാൻ പറ്റില്ല. മനുവേ, ഞാൻ ശ്രദ്ധിച്ച കുറച്ച് മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്താ അറിയോ, നമ്മള് ലണ്ടനിൽ പൊതുവെ ഇപ്പൊ ഒന്നാമത് പല രാജ്യക്കാരും വന്നിട്ട് ലണ്ടനിൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ ആൾക്കാർക്ക്, അതായത് ഇവിടുത്തെ ബ്രിട്ടുകാർക്ക് നമ്മളൊന്നും തീരെ വിലയില്ല, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ. സത്യം, ഒരു പുല്ല് വിലയാണ്. പക്ഷെ നമ്മളിവിടെ വന്നപാട് നമ്മളിവിടെ വന്നപാട് നമ്മളൊരു ടോയ്ലറ്റ് തപ്പി ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ ഇറങ്ങിയപാട് തന്നെ കുറേ അപ്പൂപ്പന്മാരും അമ്മമാരും ഇവിടുത്തെ ബ്രിട്ട് ആൾക്കാർ നമ്മൾ ഇങ്ങോട്ട് വന്ന് വിഷ് ചെയ്യുക, ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് നമ്മളെ വിഷ് ചെയ്യുക. അപ്പൊ അതൊരു സ്വീറ്റ് ഹാർട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എന്താ പറയണ്ടേ അപ്രീഷിയേറ്റ് ചെയ്യുക പല കാര്യങ്ങൾക്കും. അത് കാണുമ്പോൾ നമുക്ക് ഓക്കെ, ഇവിടെ നന്മയുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് നല്ല മനസ്സുള്ള ആൾക്കാർ ഇതുപോലുള്ള ഔട്ടർ സ്ഥലത്ത് വന്നിട്ട് സെറ്റിലായി എന്ന് നമുക്ക് തോന്നും. പിന്നെന്താ വെച്ചാല് അത് നല്ല മനസ്സുകൊണ്ടല്ലേ, അധികം ഇന്ത്യക്കാരെ അവര് കണ്ടിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ തനി സ്വഭാവം. ബാത്തില് വെള്ളച്ചാട്ടം കണ്ടോ? ബാത്തില് വെള്ളച്ചാട്ടം ഉണ്ടോ? ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. വളരെ ചെറുതാണ്. പിന്നെന്താ വെച്ചാല് പൊതുവേ നമ്മള് ലണ്ടൻ സിറ്റിന്ന് ഔട്ടറിലേക്ക് പോയ കാണുന്ന സംഭവങ്ങൾ തന്നെയാണ്. അതായത് ശാന്തി, സമാധാനം, പീസ്ഫുൾ, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ എന്ന് വെച്ചാൽ തണുപ്പില്ല എന്ന് പറയണില്ല, പക്ഷെ എന്താ അറിയോ, നമുക്ക് പരിപാടി. അപ്പൊ ഞാൻ അത് പറയണില്ല, ഞാൻ മറ്റേ തണുപ്പുണ്ട് പക്ഷെ വലിയ കുഴപ്പമില്ലാന്ന് ഞാൻ പറയാൻ പോരാ. ഇവൻ ചതച്ച് ഇതുവരെ ജാക്കറ്റ് ഒക്കെ പൂട്ടിട്ടുണ്ട്. ഇപ്പൊ വീഡിയോക്ക് വേണ്ടി മാറ്റിട്ട് തണുപ്പില്ല. സോറി,
ഗൈസ് നമ്മൾ 4 പേരായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ 2 പേരെ എവിടെയും കാണില്ല. നമ്മൾ തപ്പി നടന്നിട്ടും കാണുന്നില്ല. അപ്പോഴുണ്ട് ഒരു വിളി. എവിടുന്നാ കാണിച്ചരേ? എവിടെ രാമാര്? എന്ത് കണ്ടിട്ടാണ് അങ്ങോട്ട് പോയെന്നറിയില്ല. ഫോട്ടോഗ്രാഫി. വരുന്ന വഴിക്ക് ദീപുവിനെയും ബണ്ണുവിനെയൊക്കെ വിളിച്ചിട്ടാണ്. അവർ 2-3 സ്ഥലങ്ങൾ റെക്കമെൻഡ് ചെയ്തായിരുന്നു. ഭാഗ്യവശാൽ നമുക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഇറങ്ങിയത് ലേറ്റ് ആയിട്ടാണ്. നമ്മൾ 2 മണിക്ക് ഇറങ്ങേണ്ട നമ്മളാണ്. ആരാണ് ഉറങ്ങിയത്? വെളുപ്പിനെ 2 മണിക്ക്. വെളുപ്പിനെ 2 മണിക്ക് ഇറങ്ങേണ്ട നമ്മളാണ്. അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോ വെളുപ്പിനെ 2 മണിക്ക് ഇറങ്ങിയാൽ തന്നെ നമ്മൾ എന്ത് കാണാൻ? ഇവിടെ കുറെ പഴയ ബിൽഡിങ്ങും ഇരുട്ട് കാണാം. ഇവിടെ കുറെ പഴയ ബിൽഡിങ്ങും പക്ഷെ കാണാനുണ്ട്. പക്ഷേ വൺ ടൈം വാച്ചുണ്ട്. ഞാന് മറ്റേ സ്കോട്ട്ലാൻഡിലും അവിടെയൊക്കെ പോയതുകൊണ്ട് സെയിം അവിടെയുള്ള പോലത്തെ സെയിം സംഭവങ്ങളാണ് ഇവിടെ. കാര്യം എന്ന് പറഞ്ഞാൽ UK ലാൻഡ്സ്കേപ്പ് അത്യാവശ്യം എല്ലായിടത്തും ഒരേപോലെ കിട്ടാം. മാറ്റമൊന്നുമില്ല. കാരണം ഇത് ആർട്ടിഫിഷ്യലി അവര് ചെയ്ത് എടുത്തായോണ്ട് എല്ലായിടത്തും ഒരുപോലെ ഇരിക്കും. ഏകദേശം ഒരുപോലെ ഇരിക്കും. ബസ്സിന്റെ കളർ നീല കളർ. നമ്മൾ ലണ്ടൻ പോലെയല്ല, ഇവിടുത്തെ ബസ്സിന് നീല കളറാണ്. നീ നോക്കിട്ടോ. നമ്മളൊരു ഗേറ്റ് എത്തിയിട്ടുണ്ട്. ഇത് ക്ലോസ്ഡ് ആണോ എന്ന് അറിയില്ല. ലോക്ക്ഡാടാ. എന്നാ ലോക്ക മനുവേ, ഇവിടുത്തെ ആൾക്കാർ ഈ പഠനത്തിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പണ്ട്, ഇപ്പോഴല്ല പണ്ട്. കാരണം വളരെ വളരെ വർഷങ്ങൾ ആ പുസ്തകമൊക്കെ ഇപ്പൊ ചെതലിച്ച പോലെയുണ്ട്. ഒരു പുസ്തകത്തിന്റെ ഒരു സെറ്റപ്പ് അത് ഫുള്ളൊരു പുല്ലാണോ അത്? പണ്ടത്തെ ഇവിടുത്തെ ഒരു ശാസ്ത്രജ്ഞന്റെ ബുക്കാണ്. ഇത് മരിച്ചു പോയി കഴിഞ്ഞിട്ട് ഇവിടെ ചെതലിച്ചു. 250 2025 എന്നൊരു ഉദ്ദേശം. ഓ ശരിക്കും 25 അത് കൂടാ. ശരിയായിട്ട് 2025. 250 എന്തായിരിക്കും? 250 വർഷം പഴക്കമുള്ളതായിരിക്കും അല്ലേ? 250 വർഷം പഴക്കം. യൂണിവേഴ്സിറ്റി ഓഫ് ബാത്ത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് ബാത്തിലെ ബസ് നമ്മൾ കണ്ടു. യെസ്, പച്ച ബസ്. യൂണിവേഴ്സിറ്റി ഓഫ് ബാത്തിലെ പച്ച ബസ്. നമ്മൾ ഓരോ സ്ഥലം കാണാൻ പോകുമ്പോഴും അവിടുത്തെ എന്തെങ്കിലും ഒരു കീ ചെയിനോ അല്ലെങ്കിൽ ഫ്രിഡ്ജ് മാഗ്നറ്റോ വാങ്ങും. അപ്പോൾ അതിന് പറ്റിയുള്ള സൊവിനിയേഴ്സ് കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ കുറേ എന്താ പറയുക സൊവിനിയേഴ്സ് കടകളുണ്ട്. ഇവിടുത്തെ ടീഷർട്ട്, ഇതിൻ്റെ ബാത്തിൻ്റെ പേരിലുള്ള ടീഷർട്ട്, ക്യാപ്പ്, കീ ചെയിന്, ഫ്രിഡ്ജ് മാഗ്നറ്റ്, അതുപോലെ കുറേ സംഭവം കിട്ടണം. നമുക്ക് ഒരെണ്ണം വാങ്ങി വെക്കണം. കാരണം നമ്മുടെ ഫ്രിഡ്ജിൽ ഇപ്പോൾ ഓൾറെഡി കുറേ എണ്ണം ഉണ്ട്. പക്ഷെ ബാത്തിൻ്റെ മാത്രമില്ല. അപ്പോൾ നമുക്ക് ബാത്തിൻ്റെ ഒരെണ്ണം വേണ്ടേ? അപ്പോൾ നമ്മൾ അത് വാങ്ങണം. ഇതെടുക്കുക. ഇപ്പോൾ നമുക്ക് കുറച്ച് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാധനം പിടിക്കണം. ചേട്ടൻ്റെ വെറൈറ്റി വരും. എടുക്കില്ലേ? എനിക്കിത് ഇഷ്ടപ്പെട്ടു ഗൈസ്. ബാത്ത് ഇംഗ്ലണ്ട് കുഴപ്പമില്ല അല്ലേ? പിടിക്കട്ടെ? പിടിച്ചോ. ഡി കിട്ടിയാൽ മതിയായിരുന്നു എവിടെന്നെങ്കിലും. കിടിലം കൂണ്. ഇവിടുത്തെ ഹോട്ട് സ്പ്രിങ്സ് കണ്ടുപിടിച്ച 47 ഡിഗ്രി ചൂടുള്ള വെള്ളം ഇവിടെ നാച്ചുറൽ ഹോട്ട് സ്പ്രിങ്സ്. എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല. പക്ഷെ കാണിക്കണ്ട. പക്ഷെ അത് കുടിക്കാൻ പറ്റത്തില്ല. ശരീരത്തിന് കേടില്ല. അത് കുടിച്ചു കഴിഞ്ഞാൽ ചത്തും. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്. കുടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ കുളിക്കാൻ മാത്രം വരും. അതുകൊണ്ട് ഇവിടെ ബാത്റൂം വരും. എനിക്ക് തോന്നുന്നു ഇവൻ നമ്മള് പറയുന്നതല്ല, ഇവൻ പിടിക്കുന്നുണ്ടെന്ന്. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ കൊച്ചു പാത്ത് വീഡിയോ. ലൈറ്റ് പോയി തുടങ്ങി, ഇരുട്ടായി തുടങ്ങി, ഫോണിൽ ചാർജും തീർന്നു തുടങ്ങി. എന്നാൽ പിന്നെ ഇത്രയും കാണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വീണ്ടും സന്ധിക്കര വരയ്ക്കും. ബൈ 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 ബൈ.